2-3 ദിവസം നനച്ചുള്ളിപ്പനി എടുത്തപ്പോൾക്ക് നല്ലോണം ക്ഷീണം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നനച്ചുള്ളിപ്പനി എടുക്കാനുള്ള മൂഡൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ജെർക്കിനും ഷൂവും ഒക്കെ കഴുകി വെച്ചിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ജെർക്കിനുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം, അതേപോലെ ഷൂവുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിൻ്റെ കവറ് കഴുകിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ കവറ് ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണിത്. അവിടെ ഇവിടെയും ഈ മക്കളെ ഇത്രയും ചെരുപ്പുകളും ഷൂകളും ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ സ്റ്റാൻഡ് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഇതിലിങ്ങനെ എല്ലാ ചെരുപ്പുകളും കഴുകി ഇങ്ങനെ അടുക്കി പൊറുക്കി വെക്കുമ്പോൾ കാണാനും നല്ല രസമാണ് കേട്ടോ. ഈ അടുക്കി പൊറുക്കി എത്ര കഷ്ടപ്പെട്ട് വെച്ചാലും ഇത് 2 ദിവസമുള്ളൂ കേട്ടോ ഇത്ര ഭംഗിയിലുണ്ടാവുക. പിന്നെ 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ മക്കളെ റെഡിയാക്കി തന്നോളൂ എനിക്ക്. മക്കൾക്ക് ഇങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ അടുക്കി പൊറുക്കി വെക്കുമ്പോൾ എന്തോ ഒരു പൊറുതിയേടാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കൊന്നിടും, വൈകുന്നേരം ഒന്നിടും, 10 മണിക്കൊന്നിടും, രാവിലെ ഒന്നിടും എന്ന് പറഞ്ഞ പോലെ ഓരോന്ന് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ സ്റ്റാൻഡിൽ ഷൂവുകളും ചെരുപ്പുകളും ഒക്കെ വെച്ചതിന് ശേഷം കവറൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. ഈ കവർ അടച്ചിടലും ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അവർ തുറന്നാൽ പിന്നെ ഇത് ഞാൻ തന്നെ വരണം അടച്ചു വെക്കാൻ. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ജെർക്കിനുകൾ അതും ഈ ആങ്കർമൊക്കെ ഒക്കെ കൊളുത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് തണുപ്പ് വല്ലാതെ മാറിയിട്ടില്ല, അതുകൊണ്ട് ഇനിയും ആവശ്യം വരും. അതുകൊണ്ട് മടക്കി എടുത്തേക്കാൻ പറ്റില്ല കേട്ടോ. ആവശ്യം വന്നാൽ അവർക്ക് ഇടേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ ആങ്കർമ തന്നെ ഫുള്ളായിട്ടുള്ള കൊളുത്തി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇനി കുറച്ച് തുണികൾ മടക്കാനുണ്ട്, അതേപോലെ റേക്കുമ്മക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം.